ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ വിളിക്കുകയാണ്. ഇത് കണ്ടിട്ട് യേശുനാഥൻ ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് യേശുനാഥനെതിരെ കുറ്റം ആരോപിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ. അപ്പോൾ യേശുനാഥൻ എക്കാലത്തെയും ഏറ്റവും മനോഹരമായ ദൈവത്തിൻ്റെ മനസ്സ് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് വന്നത് നീതിമാന്മാരെക്കാൾ ഉപരി പാപികളെ വീണ്ടെടുക്കാനാണ്. ഇത് യേശുനാഥൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് അവിടുന്ന് ദൈവമായതുകൊണ്ടുള്ള അവിടുത്തെ പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ദൈവം പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവരെ തള്ളിക്കളയുകയോ അവരെ നരകശിക്ഷയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി മാറ്റി നിർത്തുകയോ ചെയ്യുന്നവരല്ല. മറിച്ച് അവർ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ മനസ്സിലാക്കി കർത്താവിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനും മനസ്സ് കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശുനാഥൻ. ഇനി യേശുനാഥൻ പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണമെങ്കിൽ, ഇവിടെ യേശുനാഥൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാത്രാമധ്യേ ചുങ്കസ്ഥലത്ത് എത്തിയെന്നാണ്. യഹൂദർ ഒരിക്കലും ചുങ്കസ്ഥലം, പാപികളുള്ള ഇടങ്ങൾ, ആ വഴിയെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നവരാണ്. അവരങ്ങനെയുള്ള വഴികൾ മാറി സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ അറിയപ്പെടുന്ന ഗുരുവായ യേശുനാഥൻ ചുങ്കം സ്ഥലത്തിലൂടെ നടന്നു പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ തീരുമാനം തന്നെ മത്തായിയെ വിളിക്കാനുള്ള അവിടുത്തെ തീരുമാനത്തിൻ്റെ ആദ്യത്തെ ചൂടായിരുന്നു. അവിടുന്ന് പാപികളുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് അവരെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. ക്രിസ്തു ഒരു പ്രകാശമായിരുന്നു. തന്നോട് ചേർന്നിരുന്നവരെ എല്ലാം അവിടുന്ന് പ്രകാശമുള്ളവരാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഒരു ആ മനസ്സ് മറ്റു മനുഷ്യർക്കും ഉണ്ടാവണമെന്ന് യേശുനാഥൻ പറയണം. അതായത് ക്രിസ്തു പാപികളെ സ്നേഹിച്ചതുപോലെ നമ്മളും ചുറ്റുമുള്ള അവഗണിക്കപ്പെട്ടവരെയും പാപികളായി കഴിയുന്ന മനുഷ്യരെയൊക്കെ ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാകത്തിന് അവരെ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറണമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ബലിയെന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ മൃഗബലി അർപ്പിച്ചിരുന്നവരാണ്. അതായത് മറ്റൊരു ജീവിയെ അവരുടെ പാപപരിഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തിന് മുമ്പിൽ ബലി അർപ്പിച്ചിരുന്നു. അപ്പോൾ യേശുനാഥൻ പറയുന്നത്, അങ്ങനെയുള്ള ബലിയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കരുണയാണ്. നിങ്ങൾ മറ്റുള്ള മനുഷ്യരോട് കരുണ കാണിക്കുമ്പോൾ ഞാൻ കരുണ കാണിക്കുന്നത് പോലെ, ഞാൻ പാപികളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നവരെ, അശരണരെയൊക്കെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ കരുണയാണ് കാണിക്കുന്നത്. ആ കരുണയാണ് ക്രിസ്തുവിന് സ്വീകാര്യമായ ബലി. അവിടുത്തെ ബലിയും കരുണയുടെ ബലി തന്നെയായിരുന്നു. അവിടുന്ന് തന്നെ സ്വയം ശൂന്യമാക്കി ബലിയർപ്പിച്ച ദൈവമാണ്. അപ്പോൾ അതുപോലെ കരുണയുള്ള മനുഷ്യരാകാനാണ് യേശുനാഥൻ വിളിക്കുന്നത്. അത് മൃഗബലികളെക്കാൾ യോഗ്യമായി തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എത്തുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഏറ്റവും വലിയ മനസ്സ് നമുക്ക് മുമ്പിലേക്ക് തെളിയണം. ആ മനസ്സുപോലെ മനസ്സുള്ള വ്യക്തികളാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം എത്ര വലിയ പാപികളാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ദൈവം തള്ളിക്കളയില്ല എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുവാനും പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതം സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് നമ്മളെ വിളിക്കുവാനായി. അവിടുത്തെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രിസ്തുവിനായി സമർപ്പിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.